ചേട്ടായി 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 ചേട്ടായി, സുഖമാണോ? എന്നെ മനസ്സിലായോ? നിന്റെ മുന്നിൽ ഇങ്ങനെ വന്നത് കണ്ട് പേടിക്കണ്ട കേട്ടോ. ഇത് ഞാനാണ്, നിന്റെ മാത്രം. 4 വർഷമായി ചേട്ടായി, 4 വർഷം. അന്ന് ആ ആക്സിഡന്റ് നടന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് നിന്നോട് അന്ന് തന്നെ എല്ലാം പറയാമായിരുന്നു. എൻ്റെ മനസ്സിലുണ്ടായിരുന്നതെല്ലാം നിന്നോട് പറയാൻ വേണ്ടി മാത്രം വന്നതായിരുന്നു ഞാൻ അന്ന്. പക്ഷേ വിധി സമ്മതിച്ചില്ല. എല്ലാം ഒരു നിമിഷം കൊണ്ട് തീർന്നു. എൻ്റെ ജീവിതം മാത്രമല്ല, എൻ്റെ സ്വപ്നങ്ങളും. നിന്നോടുള്ള എൻ്റെ ഇഷ്ടം മാത്രം ബാക്കിയായി. അതുമാത്രം എനിക്ക് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഈ 4 വർഷവും ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നീ അറിയാതെ നിന്റെ നിഴലായി. നീ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരു തണുത്ത കാറ്റായി ഞാൻ നിന്നെ തഴുകുമായിരുന്നു. നീ ഉറങ്ങുമ്പോൾ നിന്റെ നെറ്റിയിൽ ഞാൻ അറിയാതെ ചുംബിക്കുമായിരുന്നു. നിന്റെ മുറിയിലെ ജനലിലൂടെ വരുന്ന നിലാവെളിച്ചത്തിൽ നിന്നെ തന്നെ നോക്കിയിരിക്കുമ്പോൾ എനിക്ക് സമയം പോകുന്നത് അറിയാറേയില്ലായിരുന്നു. ഓരോ നിമിഷവും ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു ചേട്ടായി. നീ അത് അറിഞ്ഞില്ലെന്ന് മാത്രം. എന്താ ചേട്ടായി എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനൊരു പ്രേതമായത് കൊണ്ടാണോ എന്നോട് മിണ്ടാത്തത്? അതോ എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ? എനിക്കറിയാം എന്റെ ഈ രൂപം നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടാകും. പക്ഷെ ഇത് ഞാൻ തന്നെയാണ്, നിന്നെ ഒരുപാട് സ്നേഹിച്ച, ഇപ്പോഴും സ്നേഹിക്കുന്ന നിന്റെ മാത്രം. എല്ലാവരും പോയി. എന്നെ എല്ലാവരും മറന്നു. എന്റെ ഓർമ്മകൾ പോലും മാഞ്ഞു തുടങ്ങി. പക്ഷെ നീ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. നീ എന്നെ ഓർക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. കാരണം എന്റെ ലോകം നീ മാത്രമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ രൂപത്തിലും എനിക്ക് ജീവനുണ്ടെങ്കിൽ അതിന്റെ കാരണം നീയാണ്. നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ചേട്ടായി, ഒരുപാട് ഇഷ്ടമാണ്. നിനക്ക് നടക്കാൻ കഴിയില്ലായിരിക്കാം, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. നിന്റെ കാലുകളായി ഞാൻ കൂടെ ഉണ്ടാകും. നിന്റെ ഓരോ ആവശ്യത്തിനും ഞാൻ ഓടിയെത്തും. ഞാൻ നോക്കിക്കോളാം നിന്നെ. ഒന്നുപോലെ എന്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ നോക്കും. എനിക്ക് വേറെ ആരുമില്ല ചേട്ടായി. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. എനിക്കറിയാം നിനക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. ആ അപകടം നിന്റെ ജീവിതം മാറ്റിമറിച്ചു. പക്ഷെ ഞാൻ കൂടെയുള്ളത് നമുക്ക് ഒരുമിച്ചെല്ലാം നേരിടാം. നിന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും ഞാൻ പങ്കുചേരാം. നിന്റെ ഏകാന്തതയിൽ ഒരു കൂട്ടായി ഞാൻ വരാം. എന്നെ ഒന്ന് കാണാൻ ശ്രമിക്കൂ. എന്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. എന്തിനാ ചേട്ടാ ഇങ്ങനെ മൗനമായിരിക്കുന്നത്? നിന്റെ ഈ മൗനം എന്നെ കൊല്ലുവാണ്. ഓരോ നിമിഷവും ഞാൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നിന്നിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ എന്റെ കാതുകൾ കൊതിക്കുവാണ്. ഒരു വാക്ക്, ഒരൊറ്റ വാക്ക് മതി എനിക്ക്. എന്നെ ഇഷ്ടമാണെന്നോ അല്ലെന്നോ എന്തെങ്കിലും ഒന്ന് പറ. ഈ കാത്തിരിപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പ്ലീസ് ചേട്ടായി, ഒന്ന് മിണ്ടൂ. എനിക്ക് വേണ്ടി, നമ്മുടെ സ്നേഹത്തിനു വേണ്ടി ഒന്ന് മിണ്ടൂ. ഞാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോഴും എപ്പോഴും നിനക്ക് വേണ്ടി മാത്രം.